അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ 7 ദിവസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട കുറച്ച് സുന്നത്തുകളും അതുപോലെ ചൊല്ലേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണിത്. ഇപ്പോൾ സമയം 7 മണിയാണ്. നിസ്കാരം, ഖുർആൻ ഓതലും മോർണിംഗ് അദ്കാർ അത് ചൊല്ലലും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തെന്ന് വെച്ചാൽ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിൽ അത് ഞാൻ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെയിലത്ത് കൊണ്ടുപോയിട്ടിടണം. ഇപ്പോൾ വെയിലൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോഴേക്കും ഈ ഡ്രസ്സ് അവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല, അത്രക്കും ചൂടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു പണി അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനി കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. നേരത്തെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വേഗം പണികളൊക്കെ കഴിയുമല്ലോ. ഇന്നിപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡേയിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാണ് ഉണ്ടാക്കൽ. ഫ്രൈഡേ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ജുമ ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല, ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലിംഗാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈഡേയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കൽ. ഞങ്ങൾ മാത്രമാവില്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് മട്ടൻ ബിരിയാണിയാണ് സ്പെഷ്യൽ. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഈസി ആവുമല്ലോ. അപ്പോൾ അത് ചെയ്യാണ്. ഫ്രൈഡേയിൽ പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല. എന്തെങ്കിലും ഇവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യൽ. കാരണം ഇന്ന് ഹസ്ബൻഡിന് ഓഫായതുകൊണ്ട് ഹസ്ബൻഡും മോനും ഒക്കെ നല്ല ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. ഇന്നിപ്പോൾ ഞാനിവിടെ അവക്കാഡോ ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പപ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എനിക്ക് വേഗം ബിരിയാണിയുടെ പണികൾ ചെയ്ത് തീർക്കാൻ. ഫ്രൈഡേയിൽ എനിക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കണം, മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല. സാധാരണ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ നമുക്ക് വല്ല മടിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രൈഡേയിൽ ഞാൻ മടിയൊന്നും കൂടാതെ വേഗം തന്നെ ജോലികൾ ചെയ്ത് തീർക്കും. ജുമായുടെ ടൈം ആകുമ്പോഴേക്കും വേഗം ജോലികളൊക്കെ ചെയ്ത് ഫ്രീ ആവണം. ഇനിയിപ്പോൾ ആ ടൈമിൽ നമ്മൾ കിച്ചണിലത്തെ ഡ്യൂട്ടിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ എന്നോട് തന്നെ ഭയങ്കര ഒരു ദേഷ്യമാണ്. കാരണം ഫ്രൈഡേ എന്ന് വെച്ചാൽ നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ്. അതുമാത്രമല്ല ഏറ്റവും പരിശുദ്ധമായൊരു ദിവസം കൂടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കാളും ഇബാദത്തുകൾ ചെയ്യാനാണ് ആ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റു ദിവസങ്ങളെക്കാളൊക്കെ ഏറെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ദിക്റുകൾ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ കൂടുതലായിട്ട് ദുആ ചെയ്യുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ ഇനിയിപ്പോൾ ഖുർആൻ ഓതാനൊന്നും നമുക്ക് അധികം ടൈം കിട്ടിയില്ലെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഖുർആൻ റെസിറ്റേഷൻ ഓണാക്കിയിട്ടിട്ടാണ് ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ കൂടെ ചൊല്ലാനും പറ്റും. അതല്ലെങ്കിൽ അത് കേട്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക റിലാക്സേഷനാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഖുർആൻ റെസിറ്റേഷൻ മിഷരി ബിൻ റാഷിദ് അൽ അഫാസി എന്ന ഇമാമിൻ്റെതാണ്.
അദ്ദേഹത്തിൻ്റെ ഖുർആൻ റെസിറ്റേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പ്രത്യേക ഒരു സമാധാനമാണ്. അതേപോലെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ല കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള ഖുർആൻ റെസിറ്റേഷനാണ്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നഷീദ്സ്. നഷീദ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ നഷീദ്സ് ആഡ് ചെയ്തപ്പോൾ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സോങ് വെക്കുന്നത് ഹറാമല്ലേ എന്നൊക്കെ. അത് നഷീദ്സാണ്. നഷീദ്സും സോങ്ങും ഡിഫറെൻ്റാണ്. സോങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ വേറെ ഏതോ ലോകത്തിലേക്ക് എത്തിപ്പോവും. നമ്മൾ ആ ഒരു സമയത്ത് അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സോങ് ഹറാമാക്കിയിട്ടുള്ളത്. നഷീദ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് നഷീദ്സ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. നഷീദ്സ്, മദ്ഹുകൾ അതൊക്കെ കേൾക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇനി വെള്ളിയാഴ്ചയിലെ കുറച്ച് സുന്നത്തുകളെ കുറിച്ചിട്ട് പറയാം. നമ്മൾ നേരത്തെ എണീക്കുക, അതേപോലെ സുബ്ഹ് ഖളാ ആക്കാതെ നിസ്കരിക്കുക, ഫജറിൻ്റെ സമയത്ത് കുളിക്കാൻ പറ്റുന്നവരൊക്കെ കുളിക്കുക, നമ്മളതിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, പിന്നെ നമ്മൾ നെയിൽസൊക്കെ കട്ട് ചെയ്യുക, അങ്ങനെ കുറേ സുന്നത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുക. പിന്നെ പറയാനുള്ളത് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ജുമുഅയുടെ മുന്നേ ഓതി തീർക്കലാണ് ഏറ്റവും നല്ലത്. ഭയങ്കര പവറുള്ളൊരു സൂറത്താണ്. അത് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ പാപങ്ങളെല്ലാം പുറത്തു തരും. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള എല്ലാ പ്രകാശവും ആ വ്യക്തിക്ക് ലഭിക്കും. പിന്നെ ഇത് ഓതുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ലഭിക്കും, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും, പിന്നെ 70,000 മലക്കുകളുടെ ദുആ ലഭിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് ഓതാൻ അത്യാവശ്യം ടൈം വേണം. അതുകൊണ്ട് തന്നെ ചില ആളുകളൊന്നും ഇത് ഓതുന്നുണ്ടാവില്ല. പക്ഷേ ഇത്രയും ബെനിഫിറ്റുള്ളൊരു സൂറത്താണ്. നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അത് ഓർത്തിട്ട് ഇന്ന് മുതൽ, ഈ ഫ്രൈഡേ മുതൽ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തു യാസീൻ. യാസീൻ പിന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്നവരായിരിക്കും. വെള്ളിയാഴ്ച രാവിലെയോ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമോ സൂറത്ത് യാസീൻ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ നമ്മളെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ട് യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക. അവരും നമ്മളും ഒക്കെ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പിന്നെ ഇതാ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ബൈത്ത് ഉണ്ടല്ലോ, ഇത് നമ്മൾ ജുമുഅയുടെ മുന്നേ 5 പ്രാവശ്യം ഓതണം. അതുപോലെ സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ധാരാളമായിട്ട് ദുആ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു ടൈമുണ്ട്. അത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മളെ ദുആക്ക് എന്തായാലും ഇജാബത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ദുആ ചെയ്യണം. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. എൻ്റെ ജോലികളൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീനിങ്ങും ബെഡ് നീറ്റാക്കി ഇടലും അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ജോലികളൊന്നും ചെയ്യാനില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി കുളിക്കണം, അത്രയേ ഉള്ളൂ. الوطن الحبيب مشيدا أنمى إليه وأستفيض جلال وأراقب الرحمن جل جلاله وتقدست أسماؤه وتعالى وأكون للوطن الحبيب
مشيدا أنمى إليه وأستفيض جلالا وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا وأبر محتسبا بأم وأب فاض علي محبة ودلالا وأكون في عمل التطوع قدوة وأصوغ من عزم الرجال مجال. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒമാനി ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു സാഫ്രോണിൻ്റെ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നിറയെ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഹൽവയായിരുന്നു. ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങൾ രാത്രി ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സാണ്. പകലൊക്കെ ചൂടായതുകൊണ്ട് എവിടേക്കും അങ്ങനെ പോകാനേ തോന്നാറില്ല. അതുകൊണ്ട് രാത്രിയാണ് ഇറങ്ങിയത്. ഞങ്ങളെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഈവനിങ് മുതൽ വർക്കുണ്ട്. അതുകൊണ്ട് ആൾ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വർക്കിന് പോയി. ഇനി വർക്കൊക്കെ കഴിഞ്ഞിട്ട് 10:30 ആകുമ്പോൾ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഞങ്ങളിവിടെ കറങ്ങി നടക്കും. ബർക്ക മറീനയിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ പകൽ ഞാൻ വന്നിട്ടുണ്ട്, രാത്രി ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇന്ന് കാണിച്ച ഫ്രൈഡേ വ്ളോഗ് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.